ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമി കൊച്ചി. എൻ്റെ പേര് ആശിഷ് മാത്യു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ, നമ്മുടെ SBI ക്ലർക്ക് പ്രിലിംസിൽ ചോദിച്ച മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുള്ള സെഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 35 ക്വസ്റ്റ്യൻസ് മാക്സിമം അല്ലേ എല്ലാ ഷിഫ്റ്റിലും വന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് മിസ്സിംഗ് സീരീസും കാണും, റോങ് സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, അങ്ങനെ പല ടോപ്പിക്സും മിക്സ് ചെയ്തുള്ള സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മിസ്സിംഗ് സീരീസിൽ എക്സാമിൽ ചോദിച്ച ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ചോദിച്ച കുറേ നമ്പർ സീരീസ് ആണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കി നമ്മുടെ സീരീസ് ഇങ്ങനെയാണ്: 15, 60, 210, 630, 157. ഇപ്പോൾ നമ്പേഴ്സ് ഡ്രാസ്റ്റിക്കലി കൂടുവാണ്, അപ്പോൾ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. നമുക്കറിയാം 15 × 4 60 ആണ്. ഓക്കെ, പിന്നെ 60 × 3.5 എന്താണ് 210 ആണ്. 210 × 3 630, 630 × 2.5 1575. ഓക്കെ, അടുത്ത എന്തായിരിക്കണം 1575 × 2. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ഇത്? 3150. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 3150. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഡിഫറൻസ് നോക്കുമ്പോൾ ഇവിടെ കാണാം, ഇവിടെ +4, ഓക്കെ, -9, +25, ഓക്കെ, -40. ഓക്കെ, അപ്പോൾ ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ. ഓക്കെ, 2357 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത എന്തായിരിക്കണം? 9 വരുമോ? ഇല്ല അല്ലേ, കാരണം ബാക്കിയെല്ലാ നമ്പേഴ്സ് എന്താണ്? പ്രൈം നമ്പർ ആണ്. ഓക്കെ, ഇപ്പോൾ 7 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ ഏതാ? 11 ആണ്. 121 പ്ലസ് വരും അല്ലേ, പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് ആണ്. അപ്പോൾ 16 + 121 ആൻസർ എത്രയായിരിക്കും വരുന്നത്? 137. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താൽ ഇവിടെ നമ്പേഴ്സ് ഡ്രാസ്റ്റിക്കലി കൂടുകയാണ്. നമുക്കറിയാം ഇവിടെ റിലേഷൻ എന്താ? 4 × 2 + 1 9, 9 × 3 + 1 28. ഇപ്പോൾ ഇവിടെ അടുത്ത് എന്താ വരേണ്ടത്? 28 × 4 + 1 അല്ലേ. 28 × 4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 28 × 2 എത്രയാണ്? നമുക്കറിയാം 56. അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 100, 112 അല്ലേ. 112 + 1 ആൻസർ 113. ഓക്കെ, വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. 113 × 5 + 1 നോക്കുക, അത് 566 തന്നെയാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഡിഫറൻസ് നോക്കിയാൽ കിട്ടുമായിരിക്കും അല്ലേ. ഇവിടെ ഡിഫറൻസ് 8, ഇവിടെ 11, ഇവിടെ 15. ഓക്കെ, ഇതിൻ്റെ ഡബിൾ ഡിഫറൻസ് ഒന്ന് നോക്കി, ഇവിടെ ഡിഫറൻസ് 3, 4. ഓക്കെ, ഉറപ്പിക്കാം. അടുത്ത നമ്മുടെ സെക്കൻഡ് ഡിഫറൻസ് 5 വരേണ്ടത്, അപ്പോൾ ഇവിടെ 20. ഓക്കെ, ഇവിടെ 20 ഡിഫറൻസ് വരണമെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 76. ഓക്കെ, അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 76. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറൻസ് ഒന്ന് നോക്കുക. ഇവിടെ ഡിഫറൻസ് 2.5, ഇവിടെ 5, ഇവിടെ 7.5. ഇവിടെ അടുത്ത ഡിഫറൻസ് എത്ര വരണ്ടേ? 7.5. എല്ലാം 2.5 ആഡപ്പ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ 10 ആണ് വരുന്നത് അല്ലേ. 15.2 + 10 എത്രയാണ്? 16.2 അല്ലേ. അപ്പോൾ നമ്പർ സീരീസ് ഈസി ആയിരുന്നു, മിക്ക ഷിഫ്റ്റിലും മിസ്സിങ് വലിയ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇത് എത്ര വരുന്നത് നോക്കി. 5112 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക് × 6 = 192. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ 6ഉം 192 ഒന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 6 3s are 18, 1 2. ഈ 32 5112 കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നോക്കാം. 31 1s are 32 1s are 32. എത്ര വരും ഡിഫറൻസ്? 18, 19. ഓക്കെ, 19 ഡിഫറൻസ് വരുന്നത്. 32 × എത്രയാണ്? 192. നമുക്കറിയാം 32 × 6 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആൻസർ 16 ആണ് വരുന്നത്. അടുത്ത ചോദ്യം എത്ര? ഇത് 48/100 × 625 ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം അല്ലേ. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് ഇതിനെ 25 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ. 625നെ 100നെ, അപ്പോൾ ഇവിടെ 4s are 625നെ 25 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2s are 50,
അല്ലേ? ഈ 4നെ 48നെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര വരും? 12 4s ആണ് 48. ഓക്കെ, ഒന്നുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 3. ഓക്കെ, ആൻസർ 25 into 3 75 into 3 അല്ലേ? 75 into 3 എത്ര? 225. ഓക്കെ, അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ 225. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 65% ഓഫ് 480. അത് എത്ര വരുന്നത്? നമുക്കറിയാം 60% എത്രയാണ്? 48 into 6 ആണ്. 48 into 6 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 6 8 48, 24 28. 288 ആണ്. 5% 24 കൂടെ ആഡ് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ 12 10 11 312. ഓക്കെ, 312 ആണ് 65% ഓഫ് 480. ഓക്കെ, അപ്പോൾ 312 പ്ലസ് 175 784, അതിൽ നിന്ന് 350 കുറയ്ക്കും അല്ലേ? അപ്പോൾ 731. ആൻസർ എത്ര വന്നേക്കുന്നത്? 137 ആണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? വലിയ സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 45 പ്ലസ് 20% എന്ന് പറയുമ്പോൾ 1/5 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 460/4. ഓക്കെ, 460/4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 115 അല്ലേ? അല്ലേ? ഇത് 1.5 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 45 ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ 115 45 കുറയ്ക്കുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 70 അല്ലേ? ഈ 5 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ 8th ക്വസ്റ്റ്യൻ ആൻസർ 350. ഇത് ഈസി ആണല്ലോ. ഇത് എത്ര വരുന്നത്? 256 ആണ് ഡിവൈഡഡ് ബൈ 4 ക്യൂബ് ഓഫ് 16 അല്ലേ? അത് എത്രയാണ്? 2 ആണ് അല്ലേ? കാരണം 2⁴ ആണ് 16. ഇവിടെ 2 വരും. അപ്പോൾ 4 ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 256ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 128 ആണ്. 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് എത്ര ആയിരിക്കും വരുന്നത്? 64. 4 എത്ര പവറാണ്? 64 നമുക്കറിയാം 3 പവറാണ് അല്ലേ? ആൻസർ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 ആണ് വരുന്നത്. ഇത് എത്ര വരുന്നത് നോക്കി? 4 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് 120 ഈക്വൽ ടു 8 ക്യൂബ് എത്രയാണ്? 512. ഓക്കെ, 4 വെച്ച് ഇതിനെ ക്യാൻസൽ ചെയ്യുക. 4 1s are 4. ഓക്കെ, റിമൈൻഡർ 4 2s are 8. 3 4 8s. ആൻസർ എത്രയാണ്? 8 ആണ് വരുന്നത്. 10th ക്വസ്റ്റ്യൻ ആൻസർ 8 ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, എത്ര വരുന്നത്? 56 ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് 8 ക്യൂബ്. ഓക്കെ, 13% 4000 എത്രയാണ്? 400. ഓക്കെ, പ്ലസ് എത്രയാണ്? 120 അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര വരുന്നത്? 520. അപ്പോൾ 520 നിന്ന് 512 കുറച്ചാൽ 8 വരും. ഓക്കെ, 8 7s ആണ് 56. ഓക്കെ, 11th ക്വസ്റ്റ്യൻ ആൻസർ ഈസിലി നമുക്ക് കിട്ടുന്നുണ്ട് 11. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയത് എത്ര വരുന്നത്? ഓക്കെ, ഇത് 4 ആണ് അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 64 4 ആണ്. ഇത് എത്ര വരും? ഇത് ക്യാൻസൽ ചെയ്താൽ 3 1/4. അപ്പം 3 1/4 പ്ലസ് 3/4 എന്ന് പറയുമ്പോൾ 4/4 1 ആണ് അല്ലേ? അപ്പം 3 ആൻസർ ഇവിടെ ടോട്ടൽ ആൻസർ 1 ആയിരിക്കുന്നത് അല്ലേ? കാരണം ഇത്രയും 4 കിട്ടി, ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? സോറി, ഇവിടെ 5 ആണ് അല്ലേ? 5 ഇവർ തമ്മിൽ ആഡപ്പ് ചെയ്താൽ 4/4 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയായിരിക്കും വരുന്നത്? -4 ആയിരിക്കും. സോറി, 5 - 4 ആണല്ലോ അല്ലേ? അപ്പോൾ ആൻസർ -1 ആയിരിക്കും കിട്ടുക. സോറി, -1 അല്ല, +1 ആയിരിക്കും അല്ലേ? കാരണം ഇവിടെ മൈനസ് ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ അല്ലേ? 13th ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ 556/14 ഇൻറ്റു 5 മൈനസ് 7921ൻ്റെ റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് പല രീതിയിലും കണ്ടുപിടിക്കാം. നമുക്ക് അറിയാം 80² എത്ര? 6400. 90² എത്രയാണ്? 8100. അതിൻ്റെ തൊട്ടടുത്താണ് ഇത് അല്ലേ? 79² ആണ് ഇത് അല്ലേ? കാരണം 79² 7921 ആണ്. 14 വെച്ച് ഇതിനെ ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 14 5s are
70. ഓക്കെ, 56 14ന്റെ ടേബിൾ വരുമല്ലോ അല്ലേ. 14 into 4 56 ആണ്. 54 54 into 5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 270 ആണ് അല്ലേ. 270 മൈനസ് 80 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 190. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 1 കുറയ്ക്കണം അല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ 13,000 ആൻസർ 191 അല്ലേ. 14th ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ ഇത് എത്ര വരുന്നത്? 462 ഡിവൈഡഡ് ബൈ 5.25 അല്ലേ. 5.25 നമുക്ക് ഇങ്ങനെ എഴുതാം, 5 1/4 എന്ന് എഴുതാം. എത്ര വരും? 20 21/4 പ്ലസ് 24 into 12 എന്ന് പറയുമ്പോൾ 24 into 10 240. അതിൻ്റെ കൂടെ ഒരു 48 ആഡ് ചെയ്യണം അല്ലേ. 21 വെച്ച് ഇതിനെ ക്യാൻസൽ ചെയ്താൽ 2s are 42. 88 plus 288 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 16 7. നമ്മുടെ 14th ക്വസ്റ്റ്യൻ ആൻസർ 376 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എത്ര വരുന്നത്? 12 ക്യൂബ് നമുക്കറിയാം. എത്ര വരുന്നത്? 1764 അല്ലേ. പ്ലസ് 52. അപ്പം 8 11 8. അതിൽ നിന്ന് 1268 കുറയ്ക്കുക. അപ്പോൾ 0 ഇവിടെ എത്ര വരുന്നത്? 11 അല്ലേ. 5 7 minus 2 5. നമ്മുടെ 15th ക്വസ്റ്റ്യൻ ആൻസർ 550 ആണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ. ചില ഷിഫ്റ്റിൽ 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം 12 ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ചോദിച്ചായിരുന്നു. അതിൻ്റെ ടൈപ്പ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 16th ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നോക്കി റൂട്ട്സ് എത്രയായിരിക്കും വരുന്നത്? ഇവിടെ രണ്ടും പോസിറ്റീവ് സൈൻസ് ആണ്, 5 3 അല്ലേ. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ പോസിറ്റീവ് ആണ് റൂട്ട്സ് വരുന്നത്, 2 and 1 അല്ലേ. കമ്പയർ ചെയ്ത് നോക്കുക, കാണുമ്പോഴേ അറിയാം എക്സ് വൈനേക്കാളും വലുത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏത് തന്നെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? പ്ലസ് മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മൈനസ് പ്ലസ്. ഓക്കെ, ഇവിടെ മൈനസ് പ്ലസ് പ്ലസ് പ്ലസ്. ഇവിടെ എത്രയാണ്? പ്രോഡക്റ്റ് 22 സം 9. ഓക്കെ, 11 and 2 അല്ലേ. 11 ഇവിടെ പ്രോഡക്റ്റ് 12 സം 7. പ്രോഡക്റ്റ് 12 സം 7 എന്ന് പറയുമ്പോൾ 4 and 3 അല്ലേ. കമ്പയർ ചെയ്ത് നോക്കുക, -11 ഈ രണ്ട് ടേംസിനേക്കാളും ചെറുതാണ്. +2 ആണെങ്കിലും ഈ രണ്ട് ടേംസിനേക്കാളും ചെറുതാണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കും വരും. ഓക്കെ, അടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് പോയാൽ x⁴ 256 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എത്രയായിരിക്കും? എക്സിൻ്റെ വാല്യൂ 4. ഇവിടെ എത്രയാണ്? വൈ. ഓക്കെ, ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ് റൂട്ട്സ്, 8 ഉം 8 ഉം. കമ്പയർ ചെയ്ത് നോക്കുക, +8 ഇതിനേക്കാളും വലുതാണ്, ഈ +8 ഇതിനേക്കാളും വലുതാണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്തായിരിക്കും? എക്സ് ലെസ് ദാൻ വൈ. ഓക്കെ, അടുത്ത ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇത് എളുപ്പമാണല്ലോ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4x + 6y = 28. ഇത് 4x + 2y = 16. ഓക്കെ, നമ്മൾ താഴെയുള്ള ടേമിൻ്റെ സിമ്പിൾസ് എല്ലാം നമ്മൾ തിരിക്കുവാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ഔട്ട് ആയിട്ട് എത്ര? 4y = 12, y = 3. y 3 ആണ്. ഏതെങ്കിലും ഇക്വേഷനിൽ ആ വൈൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക അല്ലേ. ഇപ്പോൾ 2x = എത്രയാണ്? ഇത് 9 ആവും. 14 - 9 5. എക്സിൻ്റെ വാല്യൂ 2.5. അപ്പോൾ ഏതാ വലുത്? കാണുമ്പോഴറിയാം y ആണ് വലുത്. ഓക്കെ, നമ്മുടെ ആൻസർ എക്സ് ലെസ് ദാൻ വൈ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത നമുക്ക് ചോദിച്ചത് ഒരു ടേബിൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു. ഇവിടെ തന്നേക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ 5 ബിൽഡിങ്സ് ഉണ്ട്, ABCDE. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് തന്നിട്ടുണ്ട്, വേക്കൻറ്റ് ഫ്ലാറ്റ്സ് ഉണ്ട്, ഒക്യുപ്പൈ ചെയ്തേക്കുന്ന ഫ്ലാറ്റ്സിൻ്റെ നമ്പറും തന്നു. ഓക്കെ, ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ നമ്പർ ഓഫ് വേക്കൻറ്റ് ഫ്ലാറ്റ്സ് ഇൻ ബിൽഡിംഗ് C and D ടുഗദർ. ഓക്കെ, വേക്കൻറ്റ് ഫ്ലാറ്റ്സ് ഇൻ C and D എത്രയാണ്? ഇത് വരും, ഇത് 200 400 അല്ലേ. 400 ആണത്. is approximately what percentage of occupied flats of D and E? Occupied flats of
ഡി ആൻഡ് ഡി എത്രയാണ്? 400 600. ഓക്കെ, 400 600ൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസിയാണ് അല്ലേ? ഇത് 100 ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ആവും. 400/6 എന്ന് പറയുമ്പോൾ ഇത്ര വരും 66.66. ഈസിയാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെസ്പെക്റ്റീവ് റേഷ്യോ ബിറ്റ്വീൻ ഓഫ് ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സ് ഓഫ് എ ആൻഡ് ഡി ടുഗദർ. ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സ് ഓഫ് എ ആൻഡ് ഡി എന്ന് പറയുമ്പോൾ എത്ര? ആഡ് ചെയ്യുമ്പോൾ 0 8 580 is to vacant flats of C and D. Okay, vacant flats of C and D എന്ന് പറയുമ്പോൾ 400 ആണ് അല്ലേ? റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 29:20. 29:20 കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 29:20 അല്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഈ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ബേസ് ചെയ്ത്. വാട്ട് ഇസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സ് ഓഫ് ബി ആൻഡ് ഡി ടുഗദർ? ഓക്യുപ്പൈഡ് ഫ്ലാറ്റ്സ് ഓഫ് ബി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ ബി ആൻഡ് ഡി അല്ലേ? 360 plus 200 560. 560 is to vacant flats of C and D. Vacant flats of C and A. Okay, 320 340. ഓക്കെ, അതും ചോദിച്ചേക്കുന്നത് എന്താണ്? റേഷ്യോ അല്ലേ? കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 28:70. ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ് 28:70 അല്ലേ? ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്ത നമ്മൾ ഒരു 3 റോങ് നമ്പർ സീരീസ് പല ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് നോക്കാം, മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള. ഓക്കെ, ഇതിൽ ഡിഫറൻസസ് നോക്കാം. ഇവിടെ 22, ഇവിടെ എത്രയാണ്? 28. ഓക്കെ, ഇവിടെ 34 40. ഇവിടെ എത്ര വരുന്നത്? 130 എന്ന് പറയുമ്പോൾ 130 plus 40 47 വന്നിട്ടുള്ളൂ അല്ലേ? പക്ഷെ നമ്മളിവിടെ സെക്കൻഡ് ഡിഫറൻസ് നോക്കി എല്ലാത്തിൻ്റെ 6 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരേണ്ടത്? ഇവിടെ 46 വരുമായിരുന്നെങ്കിൽ കറക്റ്റ് ആണ് അല്ലേ? ഇവിടെ റോങ് നമ്പർ ചെയ്താൽ കാണുമ്പോഴറിയാം ലാസ്റ്റ് നമ്പർ ആണ് ഇവിടുത്തെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്തത് ഡ്രാസ്റ്റിക്കലി കൂടുകയാണ്. ഇത് എത്ര വരുന്നത്? 5 × 2 + 2 12 × 3 + 2 + 3 അല്ലേ? 12 × 2 24 + 3 27. ഇവിടെ എത്ര വരുന്നത്? 27 × 2 54 പ്ലസ് എത്ര വരും? 54 + 6 ആണ് വരുന്നത്. ഇവിടെ എത്ര വരുന്നത്? × 2 + 1. ഇവിടെ വരുന്നത് × 2 + 6. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ഇവിടെ 6 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ × 2 + 4, ഇവിടെ 5 അല്ലേ? അപ്പം ഏതിലാണ് തെറ്റ്? കാണുമ്പോഴേ അറിയാം 60യിലാണ് തെറ്റ് അല്ലേ? പാറ്റേൺ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? × 2 + 2, ഇവിടെ × 2 + 3, ഇവിടെ വരേണ്ട × 2 + 4, ഇവിടെ വരേണ്ട × 2 + 5. ഓക്കെ, അങ്ങനെ വന്നാലേ പാറ്റേൺ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് റോങ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 60 ആണ് നമ്മുടെ 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ റോങ്. ഓക്കെ, ലാസ്റ്റ് റോങ് സീരീസിലോട്ട് പോയാൽ ഇവിടെ ഡിഫറൻസ് എടുത്താൽ കിട്ടുമെന്ന് അല്ലേ? ഇവിടെ എത്ര? -2, ഇവിടെ -5, -10, 16, -70. ഓക്കെ, ഇവിടെ മാത്രം പ്ലസ് ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ കൂടിയിരിക്കുന്നത് 116 അല്ലേ? 26, 36, 46, 29 അല്ലേ? ഡിഫറൻസ് നോക്കാം. ഇവിടെ 3, 5, 7. അടുത്ത ഏതാ വരേണ്ടത്? 11 അല്ലേ? 9 ഒന്നും ശരിയാവില്ല, കാരണം ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ 11 വരുന്നുണ്ടോ? ഇവിടെ 12 വരുന്നത് അല്ലേ? അപ്പോൾ റോങ് നമ്പർ ഏതാണ്? സ്വാഭാവികമായിട്ട് ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ റോങ് നമ്പർ ആയിട്ട് വരും. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണെന്ന് നോട്ട് ചെയ്തേക്കാം. അടുത്ത നമുക്ക് ഓക്കെ പ്ലേസ്ലെറ്റ് അല്ലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റുകളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറി ബേസ്ഡ് ആണിത്. ഓക്കെ, നമുക്കത് വായിച്ച് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ക്ലാസ്സസ് A, B and C. ക്ലാസ്സസ് ഉണ്ട് A, B, C. അതിൽ 3 ഗ്രൂപ്പായിട്ടാണ് സ്റ്റുഡൻസ് ഇരിക്കുന്നത്, XYZ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക്
XYZ ഗ്രൂപ്പിലാണ് സ്റ്റുഡൻസ് ഇരിക്കുന്നത്. നമുക്ക് ഓരോ ക്ലാസ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഇൻ ക്ലാസ് എ അല്ലെ, ടോട്ടൽ സ്റ്റുഡൻസ് ആർ 90. അതിൽ 30 സ്റ്റുഡൻസ് ആർ ഇൻ ഗ്രൂപ്പ് എക്സ്. ടോട്ടൽ 90 ആണ് ഇവിടെ. ടോട്ടൽ 90 പിള്ളേർ. അതിൽ എക്സ് ഗ്രൂപ്പിലുള്ളത് 30 സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റേഷ്യോ സ്റ്റുഡൻസ് ഇൻ വൈ ആൻഡ് ഇസഡ് ഇസ് 1:2. റിമൈൻഡർ എത്ര? 60. അതിൽ വൈ ഇസഡിലുള്ള റേഷ്യോ എത്രയാണ്? 1:2 ആണ്. ഓക്കെ, അപ്പം ഈസി ആണല്ലോ. 3 റേഷ്യോ നമുക്ക് എന്ത് പറയാം? 60 ആണെന്ന് പറയാം. 1:20. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈയിൽ 20 സ്റ്റുഡൻസും എക്സിൽ എത്രയായിരിക്കും? 40. ഇസഡിൽ അല്ലേ? അപ്പോൾ നമുക്ക് ഈസിലി കിട്ടി. ക്ലാസ് എയിൽ ഗ്രൂപ്പ് XYZ സ്റ്റുഡൻസിൻ്റെ നമ്പർ കിട്ടി. ഈ ഗ്രൂപ്പ് ബിയിലോട്ട് വന്നാൽ, ക്ലാസ് ബിയിലോട്ട് വന്നാൽ ടോട്ടൽ സ്റ്റുഡൻസ് 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ XYZ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിൻ്റെ റേഷ്യോ 8:5:3. ഈ 3 റേഷ്യോസ് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 8+5 എന്ന് പറയുമ്പോൾ 13 + 3 60. 16 റേഷ്യോ 80 ആണെങ്കിൽ 1:5. ഓക്കെ, അപ്പം ഗ്രൂപ്പ് എക്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 40. ഓക്കെ, ഇവിടെ 25, 15 അല്ലേ? പ്രശ്നമില്ല. ഈ ക്ലാസ് സിയിലോട്ട് നമ്മൾ വന്നാൽ എന്താ പറഞ്ഞേക്കുന്നത്? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് വൈ. ഗ്രൂപ്പ് വൈയിൽ എത്രയാണ്? ഈസ് ഹാഫ് നമ്പർ ഓഫ് ദാറ്റ് ഇൻ ഗ്രൂപ്പ് എക്സ്. ഓക്കെ, ഗ്രൂപ്പ് എക്സിൻ്റെ പകുതി നമ്പറേ ഉള്ളൂ ഗ്രൂപ്പ് വൈയിലുള്ള സ്റ്റുഡൻസ്. ഓക്കെ, ഗ്രൂപ്പ് എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? ഗ്രൂപ്പ് എക്സിൽ 70. നമുക്ക് നോക്കാം, അത് നോക്കാം. അടുത്ത നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് എക്സ് ഓഫ് ക്ലാസ് സി, ഓക്കെ, ഇസ് 20 മോർ ദാൻ ദാറ്റ് ഇൻ ഗ്രൂപ്പ് എക്സ് ഓഫ് എ. അപ്പം ക്ലാസ് എയിൽ ഗ്രൂപ്പ് എക്സിലുള്ള സ്റ്റുഡൻസിൻ്റെ 20 കൂടുതലാണ് സി അല്ലേ? അപ്പോൾ ഇവിടെ 30 ആണ്. അപ്പോൾ 20 കൂടുതൽ എന്ന് പറയുമ്പോൾ 50. അടുത്ത എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് ഇസഡ് ഓഫ് ക്ലാസ് സി are 20% less than that of X of same class. Okay. അപ്പോൾ ഇതിൻ്റെ 20% കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 10 ആണ് അല്ലേ? 10 ആണ്, സോറി 10 ആണ് 20% അല്ലേ? 20% കുറവെന്ന് പറയുമ്പോൾ 40 ആയിരിക്കും വരും. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ നമ്പർ ഒന്ന് നോക്കാം. കാരണം എക്സ് വൈ അല്ല, സ്റ്റുഡൻസ് ഇൻ വൈ ഇസ് ഹാഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സിലുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പർ എത്രയാണെന്ന് നോക്കി ആഡപ്പ് ചെയ്ത 120 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതി 60 വരണം അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 45 ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് എത്രയാണ്? 50 അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെന്ന് നോക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ഈസിയാണ്. ഫസ്റ്റ് 26 ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് വൈ? നമ്മളിപ്പോൾ കണ്ടതാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 60 പേര് അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് ഇസഡ്. ഇസഡ് ഗ്രൂപ്പിൽ എത്രയായിരുന്നു നമ്മൾ നോക്കിയതാണ്. 40 + 40 80 + 15 95. ഗ്രൂപ്പ് ഇസഡിൽ 95 പിള്ളേരാണ്. ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് ഇസഡ്? ഗ്രൂപ്പ് ഇസഡിൽ നമ്മൾ കണ്ട് 95 പിള്ളേർ. ഗ്രൂപ്പ് എക്സിൽ എത്ര പിള്ളേരായിരുന്നു? ഗ്രൂപ്പ് എക്സിൽ ഡിഫറൻസ് 90 അല്ലേ? 120 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 120 - 95. ഇതും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ 20. അപ്പം കേസിലേക്ക് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകും. ഓക്കെ, ഷിഫ്റ്റിലുള്ള എക്സാംസ് ഉള്ള സ്റ്റുഡൻസ് തീർച്ചയായിട്ടും നോക്കുക. പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ടോപ്പിക്ക് നമുക്ക് ഈസിലി 5 മാർക്ക് മേടിക്കാവുന്ന ടോപ്പിക്. ഓക്കെ, അടുത്ത എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മിക്സ്ചർ ഹാസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 4:1. അപ്പോൾ മിൽക്ക് നമുക്ക് എടുക്കാം 4x വാട്ടർ എക്സ് ആയിട്ട് എടുക്കാം. അടുത്ത എന്താ? വെൻ 50% ഓഫ് മിക്സ്ചർ ഇസ് ടേക്കൺ അപ്പ്. 50% എടുക്കാന്ന് പറഞ്ഞാൽ മിൽക്ക് അങ്ങനെയാണ് എത്ര കാണും? 2x മാത്രമേ മിച്ചം കാണുള്ളൂ. വാട്ടർ എക്സ് ആയിരുന്നു ഒറിജിനൽ, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x/2.
50% mixture is taken out and replaced by 24 liters of water. Then ratio of water and milk becomes 1:1. Okay. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ എന്താണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്? വാട്ടർ ആണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ x/2 പ്ലസ് 24 ഈക്വൽ ടു 2x അല്ലേ? രണ്ട് സെയിം ആണല്ലോ, കാരണം റേഷ്യോ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ നമ്മളൊന്ന് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരുന്നതെന്ന് നോക്കി. 2x മൈനസ് x/2 എന്ന് പറയുമ്പോൾ 3x/2 ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ആൻസർ ഈസിലി കിട്ടുന്നുണ്ട് 16 അല്ല. എക്സിന്റെ വാല്യൂ 16 ആണ്. ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദി ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എക്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈസിലി നമുക്ക് ആൻസർ കിട്ടി 16 ലിറ്റർ അല്ലേ? എളുപ്പമുള്ള ചോദ്യമായിരുന്നു. മിക്സ്ചറിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന കണ്ടീഷൻ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യും. അടുത്ത ചോദ്യത്തിലോട്ട് വരാം. 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ദി ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമ്പറിനെ എയും തേർഡ് നമ്പറിനെ സി ആയിട്ട് എടുക്കാം. ഓക്കെ, is 24 more than average of the second and the third. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ ടേമിനെയും 2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a പ്ലസ് സി ഈക്വൽ ടു 48 പ്ലസ് ബി പ്ലസ് സി. സി സി ക്യാൻസൽ ആവും. എ മൈനസ് ബി എത്രയാണ്? 48. ഓക്കെ, അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് നമ്പർ? ആൻസർ ഈസിലി കിട്ടി 48. ഓക്കെ, അപ്പം വേർഡ് പ്രോബ്ലംസ് ഇത്രേ ഉള്ളൂ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു പോവുക. എല്ലാ ടോപ്പിക്സിന്റെ ബേസിക്സ് നന്നായിട്ട് പഠിക്കും. ഓക്കെ, 31st ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് ഏജസ് ഓഫ് എ ആൻഡ് ബി 6 years ago is 88. 6 വർഷം മുമ്പ് രണ്ടുപേരുടെ ഏജിന്റെ സം 88 ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയായിരിക്കും? 6 വർഷം രണ്ടുപേർക്കും കൂടിയില്ല അല്ലേ? അപ്പൊ എ പ്ലസ് ബിയുടെ പ്രസന്റ് ഏജ് സം എത്രയാണ്? 100. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? A's age 18 years ago is same as B's age 6 years ago. എന്റെ ഏജ് 18 വർഷം മുമ്പ് എത്രയായിരിക്കും? A minus 18 is equal to B's age 6 years ago. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ഇവിടെ A minus B equal to -6 plus 18. ഇവിടെ നമുക്ക് A minus B 12 കിട്ടി. നമുക്ക് വേണ്ടത് ഏജ് ഓഫ് എ ആണ്. ഓക്കെ, ക്യാൻസൽ ഔട്ട് ആയില്ല. 2A equal to 112. ബിന്റെ വാല്യൂ 56. ഓക്കെ, ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദി ഏജ് ഓഫ് എ 2 year ഹെൻസ്. 2 വർഷം കഴിഞ്ഞിട്ട് എന്റെ ഏജ് പ്രസന്റ് ഏജ് ആണ് 56. 2 വർഷം കഴിയുമ്പോൾ എന് എത്രയാണ്? 58 വയസ്സ്. ഈസിലി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ നമുക്ക് നോക്കാം. ഓക്കെ, പ്രോബബിലിറ്റി ആണ്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫോമിംഗ് വേർഡ്സ് ഫ്രം ലെറ്റർ ഇൻ പീച്ച് സച്ച് ദാറ്റ് ഓൾ വവൽസ് കം ടുഗദർ? ഇതിനകത്ത് എത്ര വവൽസ് ഉണ്ട്? ഐ, ഇ, എ. ബാക്കിയുള്ള ടേംസ് നമുക്ക് വേറെ എഴുതാം. എം, പി, സി അല്ലേ? ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 5 factorial into 3 factorial by 7 factorial അല്ലേ? അപ്പൊ എത്ര വരും ഇവിടെ? ഇവിടുത്തെ 5 factorialഉം ഇവിടെ ഒരു 5 factorial ഉണ്ട് അല്ലേ? ക്യാൻസൽ ചെയ്യാം. 3 factorial എന്ന് പറഞ്ഞാൽ 3 into 2 into 1 ആണ് അല്ലേ? 3 into 2 വെച്ച് നമുക്ക് 6 ക്യാൻസൽ ചെയ്യാം. ആൻസർ ഈസിലി കിട്ടുന്നുണ്ട് 1/7 അല്ലേ? 33rd ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ പ്രോഫിറ്റ് ഓഫ് 8% is made by selling a shirt after offering a discount of 12%. If the mark price is 1080, find the CP. അപ്പോൾ പ്രോഫിറ്റ് ഓഫ് 8 ആണ്. അപ്പം 108 CP നമുക്ക് പറയാം അല്ലേ? ഇസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഓഫ് 12% എന്ന് പറയുമ്പോൾ 88. അതിൽ മാർക്ക് പ്രൈസ് എത്രയാണ്? 108 ബൈ 100 അല്ലേ? രണ്ട് ഈക്വൽ ആണല്ലോ അല്ലേ? സിമിലർ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യുക. 10 times. ഓക്കെ, ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് വന്നിരിക്കുന്നത്? 280 അല്ലേ? ഇവിടെ ഇത്രയും നമ്മൾ എടുത്തുള്ളൂ. പ്രോഫിറ്റ് ഓഫ് 8% എന്ന് പറഞ്ഞു. അപ്പോൾ CP ഇവിടെ 108 CP ആയിരിക്കും. ഇവിടെ 12% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ് അല്ലേ? ഈക്വൽ ആക്കാമല്ലോ നമുക്ക് രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ട്. നമ്മൾ ഇക്വേറ്റ് ചെയ്ത ആൻസർ കണ്ടുപിടിച്ചു. കോസ്റ്റ് പ്രൈസ് എത്രയാണ് ഇവിടെ? 280 അല്ലേ? 34ാമത്തെ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 28 centimeter is 32 centimeter more than perimeter of square. Find the area of square. അപ്പോൾ പെരിമീറ്റർ ഓഫ് സ്ക്വയർ നമുക്കറിയാം ചുറ്റളവ് 2πr. അത് എത്രയാണ്? പെരിമീറ്റർ ഓഫ് റേഡിയസ് 28 centimeter. ഓക്കെ,
റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 28 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഇട്ട് കൊടുക്കാം 2 അല്ലേ. ഇത് 4 പോവും, 22 × 2 44 × 4 എന്ന് പറഞ്ഞാൽ 176. ഓക്കെ, അപ്പം ഇത് 32 കൂടുതലാണ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെരിമീറ്റർ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പെരിമീറ്റർ ഓഫ് സർക്കിളിൽ നിന്ന് കുറച്ചാണ്. എത്ര വരും? 144. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4a ആണ് അല്ലെ. 4 × സൈഡ് ആണ് പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് 4ൽ നിന്ന് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 4 3s are 12, 8s are അല്ലേ, 3s are 12, 4 6s are 24 അല്ലേ. അപ്പം സൈഡ് നമുക്ക് കിട്ടി സ്ക്വയറിൻ്റെത് 36. നമുക്ക് ഏരിയ വേണ്ടേ, അപ്പോൾ സൈഡ് സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 36 സ്ക്വയർ 1296 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമ്മുടെ ക്വാണ്ടിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താൽ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഇഫ് 3 men or 9 boys can finish a work in 21 days. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 3 മെന്നും 9 ബോയ്സും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? 1 men ഈക്വൽ ടു അല്ലേ, ഒരു മെൻ ചെയ്യുന്ന വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ 3 ബോയ്സ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ 3 men അല്ലേ എത്ര വർക്കായിരിക്കും ചെയ്യുന്നത്? ഇത് ഒരു മെന്നിനെ പറ്റിയാണ് 21 ഡേയ്സ് എടുക്കുന്നത്. അപ്പം 3 പേര് 21 ദിവസം എടുത്താൽ ഒരാൾ എത്ര ദിവസമായിരിക്കും എടുക്കുന്നത്? ടോട്ടൽ വർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടി 63. ഇത് നമ്മൾ ചോദിച്ചേക്കുന്നത് ഹൗ മെനി ഡേയ്സ് 5 men and 6 boys take. ഇവിടെ 5 men പ്ലസ് ഒരു മെൻ ഈസ് ഈക്വൽ ടു 3 boys. അപ്പോൾ 6 ബോയ്സിൽ എത്ര മെൻ നമുക്ക് പറയാം? 2 men എന്ന് പറയാം. അപ്പം 7 men, ടോട്ടൽ വർക്ക് 63 ആണ്, 7 men ഉണ്ട് അല്ലേ. ഒരു എത്ര ദിവസം കൊണ്ടായിരിക്കും വർക്ക് തീർക്കുന്നത്? 63/7, 7 9s അല്ലേ, 9 ദിവസം കൊണ്ട് വർക്ക് തീർക്കും അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എളുപ്പമാണ്. ഏതെങ്കിലും കേസിനെ സിമിലർ ആക്കാം, ഇങ്ങനെ തരും, ഏതെങ്കിലും ഒരു ബേസ് ചെയ്താക്കാം അല്ലെ നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഞാൻ എല്ലാത്തിനെയും മെന്നിൻ്റെ ബേസിസിലോട്ട് ആക്കി ഈസിലി കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നത് SBI ക്ലർക്ക് പ്രിലിംസിൽ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇനി വരുന്ന എക്സാംസിനെല്ലാം ഇത് ഒത്തിരി ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ദിസ് ഇസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.